റിപ്പോർട്ട് ബ്രേക്കിംഗ്. യാത്രക്കാരെ പിഴിഞ്ഞ ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ. കാസർഗോഡ് നിന്നുള്ള ദീർഘദൂര ബസ്സുകളിൽ തോന്നുംപടിയാണ് ടിക്കറ്റ് നിരക്ക്. എറണാകുളത്തേക്കുള്ള ബസ്സിൽ കോഴിക്കോട് വരെ യാത്ര ചെയ്താലും ഈടാക്കുന്നത് എറണാകുളത്തേക്കുള്ള നിരക്കാണ്. ഇതോടെ കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാർ 1000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ട അവസ്ഥയാണ്. ദീർഘദൂര ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏകീകൃത നിരക്ക് ഏർപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഞങ്ങൾ എറണാകുളം ടിക്കറ്റ് തന്നെയാണ് ആ ചാർജ് തന്നെ ചെയ്യാം. എറണാകുളം വണ്ടിയാകുമ്പോൾ അതാണ് ചാർജ് ചെയ്യാം. അതിന് കാരണം ഞങ്ങൾക്ക് എറണാകുളം ടിക്കറ്റ് ക്യാൻസൽ ആകട്ടെ. അതെന്തുകൊണ്ടാണ്? കോഴിക്കോട് നിന്ന് പിന്നീട് ആ സീറ്റ് ഇതാവുന്നതുകൊണ്ടാണോ? അതെ അതെ, കാലി വന്നതുകൊണ്ട്. അല്ല, ഞങ്ങൾ ഓൺലൈനിൽ എറണാകുളം വണ്ടിയാണല്ലോ, എറണാകുളം ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ളൂ. അതാണ് ഞങ്ങൾ കോഴിക്കോട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് നിന്ന് അങ്ങനെ സെപ്പറേറ്റ് ചാർജ് ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓരോ മാറ്റങ്ങളുണ്ടാവും, ചിലപ്പം മാറും. അതാണ്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം എത്തുകയാണ്. ഗുഡ് മോർണിംഗ് അരുൺ പൂപ്പറമ്പ. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള സ്റ്റോപ്പ് ടു സ്റ്റോപ്പ് അങ്ങനെ ഒരു സംവിധാനമാണോ? അതായത് ഇടയിൽ ആവശ്യപ്പെട്ടാൽ നിർത്തിക്കൊടുക്കും, പക്ഷേ ടിക്കറ്റ് പൂർണ്ണമായും എൻഡ് പോയിന്റ് വരെയുള്ളത് എടുക്കണം, അങ്ങനെയാണോ അവരുടെ നിബന്ധന? അങ്ങനെയാണ് ഇപ്പോൾ ഈ ബസ് ഉടമകളും അതോടൊപ്പം തന്നെ ഈ ട്രാവൽസ് പ്രതിനിധികളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ഒരു നിയമപരമായ മാനദണ്ഡമുണ്ട് എന്ന് തോന്നുന്നില്ല. അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഉള്ള സാഹചര്യം കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്കുള്ള ബസ്സുകൾ അതിൽ കയറി നമ്മൾ കോഴിക്കോട്ട് ഇറങ്ങിയാൽ നമ്മൾ എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് തന്നെ നൽകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. അതിൽ എല്ലാ ബസ്സും 1000-ന് മുകളിലാണ് ഈടാക്കുന്നത്. പ്രധാനപ്പെട്ട ദീർഘദൂര ബസ്സുകളെല്ലാം അത്തരത്തിലുള്ള നിരക്കുകളാണ് ഈടാക്കുന്നത്. ഇപ്പോൾ എറണാകുളം വരെ പോകേണ്ടവർക്ക് അത് കുഴപ്പമില്ല. പക്ഷേ കോഴിക്കോടോ അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിലുള്ള മറ്റേതെങ്കിലും സ്റ്റോപ്പിലോ ഇറങ്ങേണ്ട യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരിതമാണ്. കോഴിക്കോട് വരെ പോകേണ്ടവർ എറണാകുളത്തേക്കുള്ള നിരക്ക് നൽകേണ്ട സാഹചര്യമാണ്. അതിൽ ഇവർ പറയുന്ന, അതായത് ഈ ബസ് ഉടമകളും ട്രാവൽസ് പ്രതിനിധികളും പറയുന്ന ന്യായീകരണമാണ് അതിൽ വിചിത്രമായി തോന്നുന്നത്. കോഴിക്കോട് നിന്നും യാത്രക്കാരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ സീറ്റ് കാലിയായിട്ടാണ് എറണാകുളത്തേക്ക് പോകുന്നത്. അത് അവർക്ക് നഷ്ടം ചെയ്യും. അതുകൊണ്ടാണ് ഈ കോഴിക്കോടേക്ക് പോകുന്ന യാത്രക്കാരിൽ നിന്നും എറണാകുളം വരെയുള്ള ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത് എന്ന വിശദീകരണമാണ് അവർ നൽകുന്നത്. എന്തായാലും അത് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് എന്നതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഇവരുടെ വിശദീകരണം മാത്രമാണ് ഇത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. പക്ഷേ ഇതിൽ നമുക്ക് എന്താണ് ഈ ബസ്സുകൾക്ക് സർവീസ് നടത്തുന്നതിനായിട്ടുള്ള മാനദണ്ഡം, അതാണ് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് അരുൺ. കാരണം നിയമപ്രകാരമാണല്ലോ സർവീസ് നടത്തേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പ് നിങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് വരെയുള്ള തുകയാണ് ഈടാക്കേണ്ടത്. അങ്ങനെയാണ് സർവീസ് നടത്തേണ്ടത്. പക്ഷേ ഇത് സ്റ്റോപ്പ് അനൗൺസ് ചെയ്യാതെ അനധികൃതമായി നിർത്തി കൊടുക്കുന്നതാണോ? അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഇത്രയും തുക എറണാകുളത്ത് പോകേണ്ട കാശ് കൊടുത്ത് കോഴിക്കോട്ട് വരെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഒന്നും കഴിയണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ അരുൺ ആ വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും.